ഇന്ന് ഫുള്ളായിട്ടൊരു ചിക്കൻ എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഈ ഗ്രില്ല് തയ്യാറാക്കിയിരിക്കുന്നത്. ചിക്കൻ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. 2 മുട്ട വേണം, കുരുമുളക് പൊടി, ഗരം മസാല, ഇത് വളരെ കുറച്ച് മതിയാവും, മുളക് പൊടി, മല്ലിയില, പുതിനയില, കുറച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നാരങ്ങാനീര്, മഞ്ഞൾപ്പൊടി. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്, ഉള്ളി, മല്ലിയില, പുതിനയില, മല്ലിയിലയും പുതിനയിലയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അത് വളരെ കുറച്ച് മതിയേ, മഞ്ഞൾപ്പൊടി, ഓയിൽ ആഡ് ചെയ്യുക, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നാരങ്ങാനീര് ആഡ് ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിൽ ഈ മസാല നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഫ്രീസറിൽ 1 ദിവസമെങ്കിലും വെക്കണം. ഇതിനൊപ്പം തന്നെ കുറച്ച് വെജിറ്റബിൾ ഞാൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അതിനുപയോഗിക്കുന്നത് ക്യാപ്സിക്കം, സവാള, തക്കാളി, അതിലേക്ക് ഉപ്പ്, തൈര്, മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്താണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് എരിയില്ലാത്ത ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മുളക് പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം. കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്യണം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ എടുക്കുക. നമ്മൾക്കുള്ളിൽ നിറയ്ക്കാനായിട്ടൊരു മസാല തയ്യാറാക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതാണ്, അതുകൂടെ ആഡ് ചെയ്യുക. മുളക് പൊടി കുറച്ച് ചൂടുവെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇതിൽ ആഡ് ചെയ്തത്. ഇനി ആ ഉള്ളിയൊക്കെ സൈഡിലോട്ടൊന്ന് മാറ്റിയതിന് ശേഷം ഓയിലിലേക്ക് സോക്ക് ചെയ്ത് വെച്ച ചില്ലി പൗഡർ ഒന്ന് ആഡ് ചെയ്യുക. ഓയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് എഗ്ഗും ആഡ് ചെയ്യുക, ഉള്ളിയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്യണം. ഇത് നമ്മൾക്ക് ചിക്കൻ്റെ ഉള്ളിൽ നിറയ്ക്കാനായിട്ടാണ്. ഇനി ഈ മസാല പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെക്കണം. ഇതേപോലെ നിങ്ങളുടെ കൈവശം ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ അല്ലാതെ തന്നെ വെച്ചിട്ട് എടുക്കാവുന്നതാണ്.
വെജിറ്റബിൾ ആദ്യം ഒന്ന് ഗ്രില്ല് ചെയ്ത് മാറ്റുക. അതിനുശേഷം ചിക്കൻ ഇതേ രീതിയിൽ ഓവനിൽ വെക്കുക. ഒരു 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ വേണം സെറ്റ് ചെയ്യാൻ. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കണം. ഒരു 20-25 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. അത് ഓവൻ്റെ ടെമ്പറേച്ചർ വ്യത്യസ്തമാകുമ്പോൾ ചിലപ്പോൾ അതിൽ കൂടുതൽ ടൈം വേണ്ടി വരും. ഇതിനൊപ്പം കഴിക്കാനായിട്ട് കുറച്ച് റൊട്ടി ഉണ്ടാക്കുന്നുണ്ട്. അത് നോർമൽ ചപ്പാത്തി അല്ല, കുറച്ച് വ്യത്യസ്തമാണ്. മൈദ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. അതിനുശേഷം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് അരിപ്പൊടി, കുറച്ച് നെയ്യിലോ ഓയിലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് ഉള്ളിൽ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് പരത്തി ചപ്പാത്തി പോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. വറുത്ത അരിപ്പൊടി മതി. അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് ഉള്ളിൽ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ.